സാറേ, നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച നടക്കുന്നത് സിറിയയെ പറ്റിയാണ്. അപ്പോൾ സിറിയയെ പറ്റി ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധ പോകുന്നത് ബഷർ അൽ അസാദിലേക്കാണ്. അദ്ദേഹത്തിന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരു നല്ല ഭരണാധികാരിയായിരുന്നോ അതോ മനുഷ്യരെ കൊല്ലുന്ന ഒരു മനുഷ്യമൃഗമായിരുന്നോ? എന്താണ് സാർ? ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇവരുടെ ഒന്നും ചരിത്രം പഠിക്കാറില്ല. കാരണം 15 ദിവസം 6 മാസം 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ആരുടെയെങ്കിലും വെടികൊണ്ട് ഒരാൾ ചാവും, വേറൊരു വായിക്കൊള്ളാത്ത പേരുള്ള ഒരു മനുഷ്യൻ വരും. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി എൻ്റെ സമയം കളയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ശ്രദ്ധിക്കാറില്ല. ഒന്നാമത് നമുക്ക് നമ്മുടെ ഇവിടെ ഭാരതത്തിനുള്ളിൽ ഉള്ള ആൾക്കാരുടെ പേര് തന്നെ നേരെ അറിയില്ല. മിസോറാം മുഖ്യമന്ത്രിയുടെ പേര് സാറിന് അറിയാമോ? മേഘാലയയുടെ മുഖ്യമന്ത്രി, ഇതൊക്കെ ഇപ്പോൾ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളാണ്. ഇവരുടെ പേര് നമുക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചോളാം എന്തിനും ഞാൻ ഈ സിറിയയുടെയും ഡമാസ്കസ് തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞു എന്ത് കാര്യം അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന്. അതുകൊണ്ട് എനിക്ക് ഈ ബഷർ അൽ അസാദ് ആ മനുഷ്യനെ പറ്റി ഞാനിപ്പോൾ ഇന്ന് പത്രത്തിലാണ് ഞാൻ വായിക്കുന്നത് ഇങ്ങനൊരു പേര്. അപ്പോൾ എന്തൊക്കെയോ അവിടെ അടിപിടി നടക്കുന്നുണ്ടെന്നറിയാം. അതിൽ കവിഞ്ഞ് ഞാനതിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. സാറിന് അറിയാമെങ്കിൽ അങ്ങയുടെ കഥയൊന്ന് പറഞ്ഞു. ഓക്കെ, പറയാം. അപ്പോൾ ബഷർ അൽ അസാദ് എന്നെ 2 രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട്. ഒന്ന് കുറച്ച് സിമ്പതി, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും സിമ്പതിയോടുകൂടി കാണുന്ന ചില ആൾക്കാരുണ്ട്, അതേപോലെ വെറുപ്പോടുകൂടി കാണുന്നവരുണ്ട്. അപ്പോൾ സിമ്പതിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ നടക്കുന്ന കൊലപാതകങ്ങളിലും കൂട്ടക്കൊലയിലൊന്നും താല്പര്യമുള്ള ആളല്ല. അങ്ങേര് വാസ്തവത്തിൽ ഇതിലൊന്നും താല്പര്യമില്ലാതെ ആ വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള ആളായിട്ടാണ് നടന്നിരുന്നത്. ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പെഷ്യലിസ്റ്റായിട്ടൊക്കെ പരീക്ഷയൊക്കെ പാസ്സായി അങ്ങനെ അതുമായിട്ട് സന്തോഷമായിട്ട് നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ നേരെ മൂത്തൊരു ബ്രദർ ഉണ്ടായിരുന്നു, ബസീൽ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ എയർ പാരൻ്റായിട്ട് കണ്ടിട്ടാണ് ഈ ഹാഫിസ് അൽ അസാദ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴും ഈ ഡെസ്റ്റിനിയുടെ ഒരു റോളുണ്ടല്ലോ. ഇപ്പോൾ രാജീവ് ഗാന്ധി പൊളിറ്റിക്സിലായിരുന്നു, സഞ്ജയ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി വന്നു. അപ്പോൾ അതേപോലെ ഇദ്ദേഹത്തിൻ്റെയും കേസിൽ സംഭവിച്ചായിരുന്നു. ഈ ബസീൽ എന്ന് പറയുന്ന ആൾ മരിച്ചു ഒരു റോഡ് ആക്സിഡൻറ്റിൽ. അപ്പോൾ ഹാഫിസ് അൽ അസാദ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ വരണം എന്നും പറഞ്ഞാൽ അവിടെ വരുത്തി. എന്നിട്ട് ഈ യുവരാജാവ് എന്നുള്ള പട്ടം ഇദ്ദേഹത്തിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുവരെ അദ്ദേഹത്തിന് ഇവിടുത്തെ പൊളിറ്റിക്സിലും ഇൻട്രസ്റ്റ് ഇല്ല, ആൾക്കാരെ കൊല്ലുന്നതിലോ അക്രമത്തിലോ ബ്ലഡ് ഷെഡിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനവും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം അവിടെ വന്നു അധികം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം അസ്മ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടിയാണെങ്കിലും ബ്രിട്ടനിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിരുന്നു. അവരുടെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയൻസ് ആയിരുന്നു. പക്ഷേ ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സിറിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വളരെയധികം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായാലും ഇംഗ്ലണ്ടിൽ പഠിച്ചു, സിറിയയിൽ നന്നായിട്ട് പഠിച്ചു, ഡോക്ടറായിരുന്ന ആളാണ്. ഇവിടെ ജനാധിപത്യമൊക്കെ ചിലപ്പോൾ ഇംഗ്ലണ്ടിൽ കണ്ടുപഠിച്ചത് കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. അങ്ങനെ ഒക്കെ പ്രതീക്ഷിച്ച് നടക്കുന്നതിനിടയിലാണ് 1971 തൊട്ട് 2000 വരെ സിറിയ ഭരിച്ചിട്ട് ഹാഫിസ് അൽ അസാദ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാഷറിനെ പ്രസിഡൻ്റാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമുണ്ടായി. അപ്പോൾ ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് തന്നെ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഭരണഘടനയിലൊരു തടസ്സമുണ്ടായിരുന്നു. ഭരണഘടനയിൽ സിറിയയുടെ പ്രസിഡൻ്റ് ആകണമെങ്കിൽ മിനിമം ഏജ് പറഞ്ഞിട്ടുണ്ട് 40 വയസ്സ്. ഇദ്ദേഹത്തിന് 34 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയിലൊരു മാറ്റം വരുത്തി. മിനിമം ഏജ് 34 വേണം, 34 ആക്കണമെന്നും ആക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ച് വരുത്തി. അതിപ്പോൾ അവർ വാട്ട് ഐസ് എ ഗോസ് എന്ന് പറയുന്ന പോലെ അവർ പറയുന്നതാണ് നിയമം. അങ്ങനെ അദ്ദേഹം അവിടെ പ്രസിഡൻ്റായി. അപ്പോൾ പ്രസിഡൻ്റ് ആയതിനു ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുമായിരുന്നു. പിന്നെ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തോട് താല്പര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഹി വാസ് സെക്യുലർ ത്രൂ ആൻഡ് ത്രൂ. ആ സെക്യുലറിസം അദ്ദേഹത്തിൻ്റെ നമ്മൾ മാനിക്കണം. കാരണം അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് അവിടെ നമുക്കറിയാം ഇപ്പോഴും 10%ഓളം ക്രിസ്ത്യൻസ് ഉണ്ട്, 15% അല്ലവൈറ്റ് അല്ലെങ്കിൽ ഷിയാസ് ഉണ്ട്. വാസ്തവത്തിൽ ബാക്കിയുള്ള അറേബ്യൻ കൺട്രീസിൻ്റെ അനുസരിച്ച് ഇവരൊക്കെ വളരെയധികം സഫർ ചെയ്യേണ്ടതാണ്. പക്ഷേ അവർക്കൊന്നും അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഒരു ശല്യം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സെക്യുലറിസത്തിൻ്റെ വേറൊരു എക്സാമ്പിളാണ്
ഹീ മാരീഡ് എ സുന്നി ലേഡി, ഈ പറയുന്ന അസ്മ, ഇംഗ്ലണ്ടിൽ പഠിച്ചു വളർന്ന. അപ്പോൾ അവർക്ക് വേറെ ഈ മതപരമായ ആചാരങ്ങൾ അങ്ങനെയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല, മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ ഇദ്ദേഹം തുടക്കത്തിലൊക്കെ കാണിച്ചു. ആൾക്കാർക്ക് തോന്നി ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിച്ചതല്ലേ, ഡോക്ടറായ ആളല്ലേ, ഒരു ഐ സ്പെഷ്യലിസ്റ്റ് അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇംഗ്ലണ്ടിൽ കണ്ടുപിടിച്ച ജനാധിപത്യയോടെ കൊണ്ടുവന്നേക്കുമോ എന്ന് വരെ സംശയമൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് പേരിനൊരു ഇലക്ഷൻ ഉണ്ട്. അത് ഈ കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലൊക്കെ നടക്കുന്ന, നമ്മുടെ നോർത്ത് കൊറിയയിലൊക്കെ നടക്കുന്ന പോലത്തെ ഇലക്ഷൻ നടത്തിയിട്ട് എപ്പോഴും ജയിക്കും. നമ്മുടെ കിം ജോങ് ഉണ്ണും ജയിക്കാറുണ്ടല്ലോ, അതേപോലെ ഇദ്ദേഹം ജയിക്കും. അല്ലാത്ത ജനാധിപത്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇതിന് വ്യത്യാസം വന്നത് 2011 വന്നപ്പോഴാണ്. ഈ ഡെസ്റ്റിനിയുടെ ഒരു റോള് വരികയാണ്. അപ്പോഴാണ് ഈ മുല്ലപ്പൂ വിപ്ലവം വരുന്നത്. മുല്ലപ്പൂ വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി എല്ലാവരും ത്രോൺ ഔട്ടായി. ഹോസ്നി മുബാറക്ക് 30 വർഷം ഭരിച്ച ആൾ പോയി. അതേപോലെ നമ്മുടെ സാലെ അബ്ദുള്ള എന്ന് പറഞ്ഞ യമനിലെ 30 വർഷം ഭരിച്ച ആൾ പോയി. പിന്നെ 42 വർഷം ഭരിച്ച ഗദ്ദാഫി പോയി. പിന്നെ ആ കൂട്ടത്തിൽ ഇപ്പോൾ ബാക്കി സന്തോഷമായിട്ട് നടക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങേരുടെ പേര് ബെന്നലി എന്ന് പറയുന്ന ടുണീഷ്യക്കാരനാണ്. അദ്ദേഹം ഒരു 10 പതിറ്റാണ്ടിൽ കൂടുതൽ ഭരിച്ചായിരുന്നു. പക്ഷേ ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ വിത്ത് പാകിയത് അവിടെയാണ്, ഈ ടുണീഷ്യയിലാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം നമ്മുടെ പിടിയിലല്ല നിൽക്കുന്നത്, ജനം മുഴുവനും തടിച്ചു കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആർമിക്കും എയർഫോഴ്സിനും ഒരു ഓർഡർ കൊടുത്തു. അതായത് എയർഫോഴ്സിനോട് പറഞ്ഞു, ഒരു വിമാനം നല്ലത് നോക്കിയിട്ട് റെഡിയാക്കി നിർത്തിയേക്ക് എയർഫോഴ്സിൻ്റെ എന്ന് പറഞ്ഞു. ആർമിയോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ സെൻട്രൽ ബാങ്കിൽ പോവുക. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റിസർവ് ബാങ്ക് പോലെയാണ്. അവിടെ ഗോൾഡ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവർ രണ്ടുപേരും ഫ്ലൈറ്റിലുള്ളൂ. ഇപ്പോൾ വെറുതെ പറത്തുന്നത് മോശമാണല്ലോ. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സ്വർണം, ഏത് സെൻട്രൽ ബാങ്കിലെ സ്വർണം കൊണ്ടുവന്ന് ഇതിലട്ടിയിട്ട് വെച്ചോ, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. ആ ബെന്നലി ഇപ്പോഴും സൗദി അറേബ്യയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധമൊക്കെ കൊല്ലപ്പെട്ടു. പിന്നെ അതിൽ ബാക്കി ഇപ്പോൾ ഹീറോ ആയിട്ട് നടന്നിരുന്ന ആളാണ് ബാഷർ അൽ ആസാദ്. ബാഷറിനെ പറ്റി ആൾക്കാർക്ക് നല്ല ഇമ്പ്രഷനായിരുന്നു. ഈ സെക്യുലറാണ്, വെൽ ക്വാളിഫൈഡ്, വെൽ റിഫൈൻഡ്, പിന്നെ ഒരു കോൺസുമേറ്റ് ഇംഗ്ലീഷ് ജെൻറ്റിൽമാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പും മട്ടും ഭാവമൊക്കെ. പക്ഷേ ഈ 2011 മുല്ലപ്പൂ വിപ്ലവത്തോടുകൂടി എല്ലാം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം എതിർപ്പുള്ളവരെയൊക്കെ അടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നത് ഇപ്പം തന്നെ വീഴുമെന്നാണ്. അമേരിക്ക വരും, ലിബിയയിൽ കാണിച്ച പോലെ നോ ഫ്ലൈ സോണൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എയർഫോഴ്സ് ജെറ്റിനെ ഒന്നും വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും സംഗതി മാറി. ഇറാനിൽ നിന്ന് റവല്യൂഷണറി ഗാർഡ്സ് വന്നു, മറ്റോ ലെബനോണിൽ നിന്ന് ഹെസ്ബുള്ള വന്നു. അപ്പോൾ ഗ്രൗണ്ട് കംപ്ലീറ്റ് അവരുടെ കൺട്രോളിലാക്കി. അതിൻ്റെ കൂടെ റഷ്യ വന്നിട്ട് മോളിൽ നിന്ന് തീമഴയും കൂടിയായി. അപ്പോൾ ഈ തീമഴയും ഹിസ്ബുള്ളയും റവല്യൂഷണറി ഗാർഡ്സും എല്ലാം കൂടി ഇദ്ദേഹത്തെ, ഈ ഹിസ്ബുള്ളയെ താങ്ങി നിർത്തി. അത് തന്നെയല്ല, എതിരാളികൾ അല്ലെങ്കിൽ റിബൽസിന് നിലം പരിശായി കളഞ്ഞു. ഇനി ഇവർ ഈ ആക്രമണത്തിൽ എന്തെങ്കിലും മോശം വരുത്തിയാലും അതിനും ഒരു പരിഹാരം ബാഷർ അൽ ആസാദ് കണ്ടു. അദ്ദേഹത്തിൻ്റെ മോഡസ് ഓപ്പറൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളുകളിലും ഹോസ്പിറ്റലിലും അങ്ങ് ബോംബിട്ടേക്ക്. ഏതെങ്കിലും ഗ്രാമത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലായത് തന്നെ ബോംബ് ചെയ്യുക, അത് കഴിയുമ്പോൾ സ്കൂൾ ബോംബ് ചെയ്യുക, കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നോക്കി ബോംബിടുക. അത് കഴിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ പ്ലെയിൻ വീണ്ടും വന്നിട്ട് ബോംബിടും. അപ്പോൾ രക്ഷാപ്രവർത്തകരും മരിക്കും എന്ന് പറഞ്ഞാൽ ഏബിൾ ബോഡിയുടെ ആൾക്കാർ പിന്നെ അവിടെ ഉണ്ടാവില്ല. ദാറ്റ് വാസ് ഹിസ് വേ ഓഫ് സോൾവിങ് ഓൾ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ്. അങ്ങനെയാണ് അദ്ദേഹം പിടിച്ചു നിന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മേലിൽ തന്നെ ഈ കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചു. അപ്പോൾ അതൊന്നും ഈ മിഡിൽ ഈസ്റ്റിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയില്ല, ഇദ്ദേഹം നമ്മുടെ സദ്ദാം ഹുസൈൻ, അദ്ദേഹം ഹലാബ്ജ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറാഖിൽ കൊണ്ടുപോയിട്ട് കെമിക്കൽ വെപ്പൺ ആദ്യം ടെസ്റ്റ് ചെയ്തത് അവിടെയാണ്, കുർദുകളുടെ മേത്ത്. എത്ര ആൾക്കാർ മരിച്ചു, കണക്കില്ലാത്ത ആൾക്കാർ മരിച്ചു. അപ്പോൾ ആ ട്രഡീഷനിലാണ് ഇവിടെ ഇദ്ദേഹം ഇതൊക്കെ ചെയ്തു. ആദ്യം ഹീറോ ആയി, കാരണം അവിടെ ലോ ആൻഡ് ഓർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. അതേപോലെ അവിടുത്തെ സ്റ്റെബിലിറ്റിയൊക്കെ ഉറപ്പാക്കി. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സാഹചര്യം വന്നത്. അപ്പോൾ അദ്ദേഹം സെക്യുലറായിരുന്നു, ക്രിസ്ത്യൻസിനെയും ഷിയകളെയൊക്കെ രക്ഷിച്ചിരുന്നു, വെൽ ക്വാളിഫൈഡ്, വെൽ റിഫൈൻഡ്, വെൽ എഡ്യൂക്കേറ്റഡ് ഒക്കെ ഓക്കെ. അതിൻ്റെ പേരിൽ കുറേ പേർക്കൊക്കെ സിമ്പതിയുണ്ട്. പക്ഷേ അദ്ദേഹം നടത്തിയിരുന്ന മോഡസ് ഓപ്പറാൻഡി സഹിക്കാൻ പറ്റാത്തതായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അദ്ദേഹം സിറിയയായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ആളായി മാറി റഷ്യയിൽ പോയി. അവിടെ അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
അതാണ് ശരി. അവിടുത്തെ കഥ. ഈ വാളെടുത്തവൻ വാളാലേ എന്ന് പറഞ്ഞല്ലേ അങ്ങനെ അവസാനിക്കുക. പിന്നെ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്, ഈ കെമിക്കൽ വെപ്പണൊക്കെ ചെയ്തത് തെറ്റായിപ്പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത് അവനാണ് ശക്തൻ, അവനാണ് റൈറ്റ്, മൈറ്റ് ഈസ് റൈറ്റ്, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അത് വെച്ച് അങ്ങേര് കാട്ടിക്കൂട്ടി. ഇപ്പോൾ പിടിച്ചാൽ കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ ആള് സ്ഥലം വിട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.